ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സിൽ വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്, അല്ലെ? ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അഡ്മിഷനും. ഇനി അടുത്ത പറയാൻ പോണ റിട്ടയർമെന്റും. റിട്ടയർമെന്റിൽ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ പഠിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വളരെ എളുപ്പമാണ്. നമ്മൾ പ്രോബ്ലംസ് ഒന്നും നോക്കാൻ പോണില്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നു, നിങ്ങൾ അത് ഓർത്ത് വെക്കുന്നു, എക്സാം ഈസി ആയിട്ട് എഴുതുന്നു. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം, കേട്ടോ. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തുന്ന സമയത്ത് പൊതുവെ തിയറിയും ചോദിക്കാറുണ്ട്, കേട്ടോ. അതില് ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, അതായത് ചേഞ്ച് ഇൻ എഗ്രിമെന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും ഉണ്ട്, വേറൊരാളും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് പാർട്ട്ണർ. ഇത്രയും നാളും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളായിരുന്നു വീതിച്ചുകൊണ്ട് എടുത്തോണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ ഒരാള് ഉള്ളിലോട്ട് കയറി വരുന്നു. അപ്പോ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന അതേ എഗ്രിമെന്റ് തന്നെയാണോ മറ്റേ മൂന്നാമത്തെ ഒരാൾക്കും അതേപോലെ കണ്ടിന്യൂ ആവുമോ? ആ എഗ്രിമെന്റ് പഴയ എഗ്രിമെന്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എഗ്രിമെന്റിൽ നമ്മൾ മാറ്റം വരുത്തണം. ആ എഗ്രിമെന്റിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ, എക്സ്പ്ലെയിൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് എമൗണ്ട്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം. ഈ പാർട്ട്ണർഷിപ്പിൽ വരുന്ന മാറ്റം, എഗ്രിമെന്റിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴൊക്കെ ഉണ്ടാവും? യെസ്, നമ്പർ 1 അഡ്മിഷൻ. ഒരു പാർട്ട്ണർ ഉള്ളിലോട്ട് വരുമ്പോൾ എഗ്രിമെന്റിൽ മാറ്റം വരും. രണ്ടാമത്തത്, ഒരു പാർട്ട്ണർ പുറത്തോട്ട് പോണ സമയത്ത് എഗ്രിമെന്റിൽ മാറ്റം വരും. ഇനി ആരും ഉള്ളിലോട്ട് വരുന്നുമില്ല, പോകുന്നുമില്ല, പക്ഷെ ഉള്ള ആൾക്കാർ തന്നെ തീരുമാനിക്കുകയാണ്, കുറെ നാളായില്ലേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒരുപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ, നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾക്കാർ തന്നെ എന്താ പറയാ, റേഷ്യോയില് നമ്മള് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുകയാണെങ്കിൽ അങ്ങ് ആ സമയത്തും എഗ്രിമെന്റിൽ മാറ്റം വരും. പിന്നെ ഡെത്തിന്റെ സമയത്തും. റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാത്ത ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. അതേതാണെന്ന് അറിയോ? ഡിസൊല്യൂഷൻ. ഫേമേ പൂട്ടിപ്പോണ സമയത്ത് പിന്നെ എന്താ എഗ്രിമെന്റ്, അല്ലെ? അപ്പോ റീകോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് എഗ്രിമെന്റിൽ മാറ്റം സംഭവിക്കാത്ത ഒരേ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ, അത് ഡിസൊല്യൂഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ സാഹചര്യത്തിലും എഗ്രിമെന്റിൽ മാറ്റം വരുത്തണം. ഇത് എല്ലാവരും ഓർത്തു വെക്കണം. അപ്പോ അഡ്മിഷൻ ആണല്ലോ നമ്മളിപ്പോ ഡീൽ ചെയ്യുന്നത്. എന്താ ഈ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ? പുതിയ ഒരാൾ ഉള്ളിലോട്ട് കയറി വരിക. സിമ്പിൾ. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലോട്ട് ഒരാൾ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആംബിയൻസിൽ ഉണ്ടാവുന്ന മാറ്റം, വീട്ടിലെ എങ്ങനെയാണെങ്കിൽ പണപരമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെയായിരിക്കും അത് ആലോചിക്കണ്ടേ? അങ്ങനത്തെ ചില ഡീലിങ്സ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അതില് തിയറി ആയിട്ട് വരാൻ സാധ്യതയുള്ള വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഒരാൾ ഉള്ളിലോട്ട് വരുമ്പോൾ അയാൾക്ക് 2 അവകാശങ്ങൾ കിട്ടും. ആ അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. ഇനി മുതൽ ആ സ്ഥാപനത്തിലുള്ള എല്ലാ ആസ്തികളുടെ മേലെയും അയാൾക്ക് അവകാശം ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇത്ര നാളും ഞാനും വേറൊരാളും ആയിരുന്നു ലാഭനഷ്ടം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ അയാൾക്കും കൊടുക്കണം, ആ പുതിയ ആൾക്കും കൊടുക്കണം. അതിനർത്ഥം ആ പ്രോഫിറ്റിലും അയാൾക്ക് എന്തുണ്ട്? പങ്കുണ്ട്. എന്ന് വെച്ചാൽ അയാൾക്ക് 2 അവകാശങ്ങളാണ് കിട്ടുക. റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഇങ്ങനെ 2 അവകാശം അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ 2 കാര്യങ്ങൾ കൊണ്ടുവരണ്ടേ? എന്തൊക്കെയാ 2 കാര്യങ്ങള്? ഒന്ന്, ക്യാപിറ്റൽ. ആരുള്ളിലോട്ട് വരുമ്പോഴും ക്യാപിറ്റൽ നിർബന്ധമാണ്. ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പോരാട്ടോ, വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഗുഡ്വില്. അതെന്താ ഈ ഗുഡ്വിൽ? സൽപ്പേരൊക്കെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? സൽപ്പേര് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ കണക്കാക്കാനുള്ള മെത്തേഡുകൾ നമ്മുടെ അക്കൗണ്ട്സിൽ ഉണ്ട്. അത് നമ്മൾ വൈകാതെ പഠിക്കും. നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവും. പക്ഷേ ഇത്ര നാളും ഈ സ്ഥാപനത്തിനെ ഒരു നല്ല നിലയിൽ ഞങ്ങൾ രണ്ടുപേരും എത്തിച്ചത്, ഞാനും എൻ്റെ പാർട്ട്ണറും. പക്ഷേ ഇനി മുതൽ ഇത്ര നാളും കഷ്ടപ്പെട്ട് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ ലാഭമൊന്നും ഉണ്ടാവില്ലല്ലോ. തുടങ്ങുമ്പോൾ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മെല്ലെ ഒരു സ്റ്റെബിലൈസ്ഡ് പൊസിഷനിലോട്ട് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഞങ്ങള്?
എന്നിട്ടാണല്ലോ ഒന്ന് ലാഭം കണ്ടിട്ടുണ്ടാവുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ ആൾ ഉള്ളിലോട്ട് കയറി വരുന്നു, അസറ്റിന്റെ മേലെ അധികാരം പറയുന്നു, ലാഭത്തിന്റെ മേലെ അധികാരം പറയുന്നു. അതെങ്ങനെ നമുക്ക് സഹിക്കും? അപ്പോ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരിനും പ്രശസ്തിക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് പുതിയ ആൾ കൊണ്ടുവരണം. അത് എത്ര കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ പറയും. നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോ പുതിയ ആൾ വരുമ്പോൾ അയാൾ ക്യാപിറ്റലും കൊണ്ടുവരണം, ഗുഡ് വില്ലും കൊണ്ടുവരണം. കേട്ടോ? മാത്രല്ല നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഞാൻ ഇത്ര നേരം എന്താ പറഞ്ഞത്? പുതിയ ആൾ ഉള്ളിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അയാൾക്ക് ഇവർക്ക് ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലോട്ട് ക്യാപിറ്റലൊക്കെ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എന്താ പറയാ, ഇത്ര നാളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 50,000 രൂപ ലാഭം ഞാനും എന്റെ പാർട്ട്ണറും ഈക്വലി 25,000 വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 30,000 20,000 ഏതെങ്കിലും ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. 2:1 3:2 5:3 അങ്ങനെ എന്തെങ്കിലും റാൻഡം ഒരു റേഷ്യോയിലെ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. മൂന്നാമന് ഉള്ളിലോട്ട് കയറി വരുന്നു. ഇനി ഒരു 50,000 രൂപ ലാഭം ഉണ്ടായ പഴയ പോലെ എനിക്ക് 25,000 വേറൊരുത്തിന് 25,000 എന്ന് കിട്ടൂ? എവിടെ? ആ ആൾക്കും കൂടി കൊടുക്കണ്ടേ? അപ്പൊ ഞങ്ങൾ ത്യാഗം സഹിക്കുകയല്ലേ? ഈ ആൾക്കും കൂടി ലാഭം കൊടുക്കണ്ടേ? അപ്പോ ഇയാള് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഞങ്ങളുടെ വായ അടയ്ക്കണ്ടേ? ഞങ്ങൾ മിണ്ടാതിരിക്കൂ? ഇനി മുതലുള്ള ലാഭമൊക്കെ അയാൾക്ക് കൊടുക്കും വേണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. ആര്? പുതിയ പാർട്ട്ണർ. ഈ പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വില് ആർക്കാണ് സ്വന്തം? സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിന്. അവരത് എങ്ങനെ വീതിച്ചെടുക്കും? സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതിന്റെ പ്രോബ്ലം ഉറപ്പായിട്ടും എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനോ ഉറപ്പായിട്ടും വരാറുണ്ട്. കേട്ടോ? അപ്പോ പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്കാണ് സ്വന്തം? പഴയ ആൾക്കാർക്ക് എന്ന് പറയരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന 2 ആൾക്കാരും ത്യാഗം സഹിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ചിലപ്പോ ഒരാൾ ഉള്ളിലോട്ട് വന്നു, ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ് ഇത്രയും നാളും. പുതിയ ഒരാൾ ഉള്ളിലോട്ട് വന്നു, എനിക്കൊന്നും എഫക്റ്റ് ആവണില്ല, എനിക്ക് പഴയ ലാഭം തന്നെയാണ് കിട്ടുന്നത് ലക്കിലി. പക്ഷെ എൻ്റെ ഫ്രണ്ട് മാത്രം പഴയ പോലെ ലാഭം കിട്ടുന്നില്ല കണക്ക് പ്രകാരം. അവൻ മാത്രമേ സാക്രിഫൈസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ്വിൽ ആർക്കാ സ്വന്തം? എനിക്ക് സ്വന്തം ഉണ്ടാവുമോ? ഇല്ല, അവന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആരാണോ ഇവൻ വന്ന കാരണം കൊണ്ട് ത്യാഗം അനുഭവിക്കുന്നത്, ആ ത്യാഗം അനുഭവിക്കുന്ന ആൾക്ക് വേണം കൊടുക്കാൻ. അതും ഏത് റേഷ്യോയിൽ കൊടുക്കണം? സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ ഈ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിന്റെ ഉദ്ദേശം ഗുഡ്വിൽ വീതിക്കുക, അതിനു വേണ്ടി മാത്രം. വേറെ എവിടെയും സാക്രിഫൈസിങ് റേഷ്യോയുടെ ആവശ്യമില്ല നമുക്ക്. സാക്രിഫൈസിങ് റേഷ്യോ എവിടെ മാത്രമേ ആവശ്യമുള്ളൂ? ഗുഡ്വിൽ വീതിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. വേറെ എവിടെയും സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമില്ല. ഇത് ഓർത്ത് വെക്കുക. കേട്ടല്ലോ? അഡ്മിഷന്റെ കാര്യത്തിൽ സാക്രിഫൈസിങ് റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ്വിലിന് വേണ്ടി മാത്രമാണ് സാക്രിഫൈസിങ് റേഷ്യോ. വേറെ എവിടെയും സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമില്ല. പിന്നെ ഇത്രയും നേരം ഗുഡ്വില് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നമ്മൾ റിവിഷൻ ആണല്ലോ നടത്തുന്നത്, അല്ലെ? എത്ര മെത്തേഡ് ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ? 3 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ 3 മെത്തേഡ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അല്ലെ? ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കണ്ടുപിടിക്കാൻ ഫോർമുല അറിയാലോ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കാണാൻ എങ്ങനെയാ? അവര് ഒരു 3-4 വർഷത്തെ ലാഭം തരും. ആ 3-4 വർഷത്തെ ലാഭത്തിന് നമ്മൾ ആഡ് ചെയ്യുക. 10,000 20,000 15,000 എന്നൊക്കെ പറഞ്ഞ് അവര് തരും. അത് 3 എണ്ണത്തിന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 4 എണ്ണത്തിന് ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. മറക്കണ്ട, ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര വർഷം ഉണ്ട് നോക്കുക. ഇവിടെയാണ് കുട്ടികൾക്ക് തെറ്റുപറ്റുക. ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ഇപ്പൊ 4 എണ്ണം ഉണ്ടാവും. പോരാത്തതിന് ഇവര് ചോദ്യത്തിൽ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. നമ്മൾ ഈ നമ്പർ ഓഫ് ഇയറിനെയും നമ്പർ ഓഫ് ഇയർ പർച്ചേസിനെയും ഇത് 2 എണ്ണത്തിനെയും നമ്മൾ കൺഫ്യൂഷൻ ആക്കും. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് പറയുന്നത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുടെ ഒരു ഭാഗമാണ് ഈ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. കേട്ടോ? ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും 2 ഇയർ പർച്ചേസ്, 3 ഇയർ പർച്ചേസ്, 4 ഇയർ പർച്ചേസ് എന്നൊക്കെ. ആ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് അല്ല ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോ ചോദ്യത്തില് 10,000 20,000 30,000 ഞാൻ ഇപ്പൊ എത്ര നമ്പർ പറഞ്ഞു? 3 നമ്പർ പറഞ്ഞില്ലേ?
അപ്പൊ ഇത് 3 ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 3 ചെയ്യുക. 4 നമ്പർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെയ്യുക. 5 നമ്പർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ചില കുട്ടികൾ എന്ത് വിചാരിക്കുന്ന അറിയാം, അതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. നമുക്ക് വേണ്ടത് ഗുഡ്വില് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനൊരു വെപ്പണാണ് ഈ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഇനി അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണണം? ഗുഡ്വില് കാണണം. അതെങ്ങനെ കാണും? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. അതാണ് ഞാൻ അപ്ലൈ പറഞ്ഞ നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഇപ്പൊ ഓക്കെ ആണോ നിങ്ങള്? ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അതിന് ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്, വേഗം പഠിക്കാം. ഏത് മെത്തേഡ് ആണെങ്കിലും ആവറേജ് പ്രോഫിറ്റ് വേണം, അതാണ് അതിലത്തെ ബേസ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, SP മെത്തേഡ് എങ്ങനെയാ കാണുക പറഞ്ഞാൽ, ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിനെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര വർഷം ഉണ്ടോ നോക്കുക. രണ്ടാമത്തത് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാ ഈ നോർമൽ പ്രോഫിറ്റ് കാണുക? നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ഇതൊക്കെ സർ ചോദ്യത്തിൽ തരുമല്ലോ. പക്ഷെ ക്യാപിറ്റൽ എംപ്ലോയിഡ് തരണം നിർബന്ധമില്ല. ക്യാപിറ്റൽ എങ്ങനെ കാണും? നിങ്ങൾ +1 അക്കൗണ്ടിങ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? ക്യാപിറ്റൽ എങ്ങനെയാ കാണുക? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ കാണാൻ എന്താ ഫോർമുല? അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ തരും. ക്യാപിറ്റൽ എംപ്ലോയിഡിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? എന്താണ്? നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് വന്നാലും അത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. പിന്നെ അതൊന്ന് ലയബിലിറ്റി മൈനസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ മൂന്നാമത്തത് നമുക്ക് വേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് അല്ലേ? സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണും? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. സ്റ്റെപ്പ് 1 മൈനസ് സ്റ്റെപ്പ് 2. ഇത്രയേ ഉള്ളൂ. അല്ലല്ലോ, നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഗുഡ്വിൽ കാണുക എന്നുള്ളതല്ലേ. ഗുഡ്വിൽ എങ്ങനെ കാണും നമ്മള്? ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു കണ്ടുപിടിച്ച സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ദാറ്റ്സ് ഓൾ. നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഇത്രയേ ഉള്ളൂ. ഈ ഫോർമുലാസ് എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത മെത്തേഡ് ഏതാ? നമ്മുടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അടുത്ത മെത്തേഡ് ഏതാ? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിന്റെ താഴെ എത്ര മെത്തേഡ് ഉണ്ട്? നമുക്ക് 2 ഉണ്ട്. ഏതൊക്കെയാ? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് വിലയിരുത്തുക. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അല്ലേ? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണും? എളുപ്പല്ലേ. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണാം. എങ്ങനെ കാണും എന്നറിയാലോ അല്ലെ? രണ്ടാമത്തെ എന്ത് ചെയ്യും? നമ്മള് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യും. എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യും? നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ലേ, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. 100/NRR ചെയ്താൽ നമുക്ക് കിട്ടും. ആൻഡ് മൂന്നാമത്തതോ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡയറക്റ്റ് ആയിട്ട് തന്നാൽ സന്തോഷം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റിയും ഒക്കെ അവര് തരും. പിന്നെ നാലാമത്തതോ ഗുഡ്വിൽ കാണുക. ഈ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ മാത്രമാണ്. സാധാ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും സാധാ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഇല്ല. അപ്പൊ ഗുഡ്വിൽ കാണാൻ സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 3. അതായത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ ക്യാപിറ്റൽ എംപ്ലോയിഡും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഇനി അടുത്തതോ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അല്ലേ? ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാ കാണുക? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പമല്ലേ. ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കാണണം, പിന്നെ നോർമൽ പ്രോഫിറ്റ് കാണണം, പിന്നെ സൂപ്പർ പ്രോഫിറ്റ് കാണണം. ആ കണ്ടുപിടിച്ച സൂപ്പർ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. എങ്ങനെ? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR ചെയ്താൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരണം.
ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച് ഈ സമയം പക്ക ക്ലിയർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് ഒരു റാപ്പിഡ് റിവിഷൻ അത്രേ ഉള്ളൂ കേട്ടോ. ഇത്രമാത്രം പഠിച്ചാൽ മതിയോ ഈ ചാപ്റ്ററിൽ? പോരാ. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യാൻ അറിയണ്ടേ? ഒരുപാട് ജേർണൽ എൻട്രി ഉണ്ട് സാർ. എല്ലാം ബൈഹാർട്ട് ചെയ്യണോ? വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ബൈഹാർട്ടേ ചെയ്യണ്ട, അത് വേറെ കാര്യം. കാര്യം മനസ്സിലാക്കുക, ഈ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആർക്കാ സ്വന്തം എന്നാണ് ഞാൻ പറഞ്ഞത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. അപ്പൊ അവർക്ക് വീതിച്ചു കൊടുത്താൽ പോരെ? പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് എന്ത് ചെയ്യുക? വീതിക്കുക. എങ്ങനെ ചെയ്യും നമ്മള്? ഈ പുതിയ ആള് കൊണ്ടുവരുന്നത് എന്തൊക്കെയാ കൊണ്ടുവരിക? ക്യാപിറ്റലും കൊണ്ടുവരും, ഗുഡ് വില്ലും കൊണ്ടുവരും. അതിനെന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. നമുക്ക് ക്യാഷ് അല്ലേ കിട്ടുന്നത്? ടു പുതിയ ആൾ എന്തൊക്കെയാ കൊണ്ടുവരുന്നത്? ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം വേറെ എന്തും കൊണ്ടുവരുന്നുണ്ട്? അഫ്കോഴ്സ് ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒന്നാമത്തെ എൻട്രി. പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും വാല് പോലെ എഴുതേണ്ടതാണ് രണ്ടാമത്തെ എൻട്രി. എന്താ രണ്ടാമത്തെ എൻട്രി? ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ്. ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ്. ഈ ഗുഡ് വിൽ നമ്മൾ ആർക്കാ വീതിച്ചു കൊടുക്കേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സ്? നോ, അങ്ങനെ പറഞ്ഞ് പഠിക്കണ്ട. സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് കേട്ടോ. സാക്രിഫൈസിങ് പാർട്ട്ണറിന് വീതിക്കണം. എങ്ങനെയാ വീതിക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോ. അതിനാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്. ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. വേറെ ഒരു ഡീറ്റെയിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. ഇത് നിർബന്ധം. ഇനി ഇതല്ലാതെ പുതിയ ആള് വരുന്ന സമയത്ത് ഓൾറെഡി ബുക്കിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിലോ? ഓൾറെഡി ബുക്കിന്റെ ഉള്ളിൽ ഗുഡ് വിൽ ഉണ്ട്. എന്ത് ചെയ്യും നമ്മൾ? അതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ പഴയ ഗുഡ് വില്ലിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. ഏത് റേഷ്യോയില്? സാക്രിഫൈസിങ് റേഷ്യോയിലോ? അത് പഴയ ഗുഡ് വിൽ അല്ലേ. പഴയ റേഷ്യോ എന്തിനാ സാക്രിഫൈസിങ് റേഷ്യോ? പുതിയ ഗുഡ് വിൽ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. പഴയ ഗുഡ് വിൽ പഴയ റേഷ്യോ. ഈ ഗുഡ് വിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? സിമ്പിൾ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. യു ഹേർഡ് മീ റൈറ്റ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഗുഡ് വിൽ ഒരു അസറ്റ് അല്ലേ. അസറ്റിന് പൊതുവെ ഡെബിറ്റ് അല്ലേ ചെയ്യുക. അസറ്റിനെ ക്യാൻസൽ ചെയ്യുമ്പോഴോ ക്രെഡിറ്റ് ചെയ്തു. സിമ്പിൾ. ഇത് എങ്ങനെ ക്യാൻസൽ ചെയ്യും നമ്മള്? ഓൾഡ് റേഷ്യോ. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ജേർണൽ എൻട്രി. ഇനി പുതിയ ആള് ഗുഡ് വില്ല് കൊണ്ടുവന്നില്ലെങ്കിലോ? അയാള് ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഗുഡ് വില്ല് കൊണ്ടുവന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഈസി ടെക്നിക്ക് ഞാൻ പോയ സെഷൻ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്ണർക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ പുതിയ ആള് ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ആ പാർട്ട്ണറിന് എന്ത് ചെയ്യുക? അയാളുടെ നിന്ന് കിട്ടണ്ടേ? അപ്പൊ ഡെബിറ്റ് ചെയ്യണം ആ പാർട്ട്ണറിനെ. ഈ അയാള് കൊണ്ടുവന്നാലും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അത് ആർക്കാ സ്വന്തം? സാക്രിഫൈസ് ചെയ്യണ പാർട്ട്നേഴ്സിന്. അപ്പൊ ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പുതിയ ആള് കൊണ്ടേ വന്നിട്ടില്ല ഗുഡ് വിൽ എന്നുണ്ടെങ്കിൽ അയാൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിന് ഓർത്ത് വെച്ചാൽ മതി. മാർക്ക് യോസ്. പിന്നെ എസ്എ 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് റീവാലുവേഷൻ. പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പഠിക്കാൻ വളരെ എളുപ്പമാ. റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റി. സിമ്പിൾ ഒരു ഉദാഹരണം പറയട്ടെ. ചെറുപ്പത്തൊക്കെ നമ്മള് ബ്രദർ സിസ്റ്റർ വീട്ടിൽ മഞ്ചോ കിറ്റ്കാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലേ അടിയായിരിക്കും. ആർക്കാ കൂടുതൽ കിട്ടുക, ആർക്കാ കുറവ് കിട്ടുക, അതും ഒന്നേ ഉള്ളൂ എങ്കിൽ അല്ലെ. ഇതിന്റെ ഇടയിൽ മൂന്നാമത് ഒരാൾ ഉള്ളിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക. അയാൾ വരുന്നതിന് മുന്നേ വേഗം നമ്മൾ ഇത് കഴിക്കാനല്ലേ നോക്കത്തുള്ളൂ. സിമ്പിൾ. അതേപോലെ തന്നെയാണ് ഈ അഡ്മിഷന്റെ കാര്യത്തിൽ. ഇത്ര നാളും കഷ്ടപ്പെട്ട് ഇവിടുത്തെ അസറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നടത്തി. അതിനൊക്കെ ഒരു വിലയുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കയറി വരുന്നു, അതിന്റെ മേലൊക്കെ അവകാശം പറയുന്നു, നമുക്ക് സഹിക്കൂ? അപ്പൊ അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഇതൊക്കെ വിറ്റിട്ട് വേഗം പോവുക. അത് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ അതിന്റെ വാല്യൂ എത്രയുണ്ടോ അതിൽ നിന്നും ഉണ്ടാവുന്ന ലാഭനഷ്ടം നമ്മൾക്ക് വീതിച്ചെടുക്കാം. ഇനി മുതൽ ഉള്ളത് അയാൾക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ പോരെ? യെസ്, സിമ്പിൾ ലോജിക്. പൈസയുടെ കാര്യമാണ്, അങ്ങനെയേ ചെയ്യത്തുള്ളൂ. അപ്പോ ഒരാൾ ഉള്ളിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വേഗം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റിനെയും ലയബിലിറ്റിനെയും ഒക്കെ
പുനഃപരിശോധന നടത്തും, റീവാലുവേഷൻ നടത്തും. അസറ്റിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ലാഭം നമുക്ക് വേഗം വീതിക്കാം. ഇനി മുതലുള്ള കാര്യം അയാൾക്ക് കൊടുക്കാം. ഇത്ര നാൾ ഉണ്ടായത് എന്തിനാ അയാൾക്ക് കൊടുക്കണം? ഇനി മുതലുള്ള കാര്യം അയാൾക്ക് കൊടുക്കാം. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന ലാഭനഷ്ടമൊക്കെ നമുക്ക് വീതിച്ചെടുക്കാം. അപ്പൊ അയാൾ വന്ന് ചോദിക്കില്ലേ? യെസ്, ചോദിക്കും. അയാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഞങ്ങൾ അസറ്റ് കൂടിയത് മാത്രമല്ല ബാധ്യതയും ഞങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ട്, കൂടുന്നോ ചോദിക്കും നമ്മൾ. അപ്പൊ അയാൾ അയ്യോ വേണ്ട എന്നേ പറയത്തുള്ളൂ. ലാഭം മാത്രമല്ല നഷ്ടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേഗം വീതിക്കും. വീതിക്കുക പറഞ്ഞാൽ ബെയർ ചെയ്യും. ഇനി മുതലുള്ള കാര്യങ്ങൾ. അപ്പോ ഇതിലാണ് +1 പഠിച്ച ലോജിക്ക് നമുക്ക് അറിയേണ്ടത്. എന്താണ്? അസറ്റ് കൂടിയാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞാലോ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടിയാലോ ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറഞ്ഞാലോ ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യും. ശരി, ഇവിടെ താൽക്കാലികമായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന്റെ പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാല്യൂ, ഈ വേർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാർക്സിന്റെ കാര്യത്തിലൊക്കെ റീവാലുവേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വാല്യൂ ചെയ്തതിന് ഒന്നും കൂടി പുനഃപരിശോധന നടത്തുക. മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലോ, നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടല്ലോ, എങ്ങാനും ഒരു 1 or 2 മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത, ഒന്ന് റീവാലുവേഷന് കൊടുത്ത് നോക്കാം. സിമ്പിൾ. അതേപോലെ അസറ്റിന്റെ വാല്യൂ കൂടാൻ സാധ്യത ഉണ്ടെങ്കിലോ, കിട്ടിയത് കിട്ടി, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കും. റീവാലുവേഷൻ അക്കൗണ്ടിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പൊ അസറ്റ് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി പഠിക്കാൻ വളരെ എളുപ്പമാണ്. എൻട്രി ഒക്കെ ചിലപ്പോൾ എഴുതാൻ പറയും കേട്ടോ, നറേഷൻ സഹിതം എഴുതണം, മറക്കണ്ട. അപ്പൊ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അസറ്റ് കുറഞ്ഞാലോ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യൂ, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യൂ. ഈസി. ലയബിലിറ്റി കൂടിയാലോ ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യുക. ലയബിലിറ്റി കുറഞ്ഞാലോ ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷന് ക്രെഡിറ്റ് ചെയ്യുക. ഇനി അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിലോ, എന്ത് ഈ അൺറെക്കോർഡഡ് അസറ്റ്? ഇങ്ങനൊരു അസറ്റ് ഉണ്ട് അല്ലേ, ഇത് തന്നെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, റീവാല്യൂ ചെയ്യുമ്പോഴാണ് അത് കണ്ണിൽപ്പെടുന്നത്. അപ്പോ ഇത്ര നാൾ ഉണ്ടായിരുന്ന അസറ്റിനേക്കാൾ ആ അസറ്റ് കൂടി എന്നല്ലേ അർത്ഥം. അപ്പൊ അസറ്റ് കൂടിയ പോലെ ട്രീറ്റ് ചെയ്യുക. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണെങ്കിലോ, ഇതുവരെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ അതാ ഇങ്ങനെ ഒരു ലയബിലിറ്റി കൂടി ഉണ്ട്, ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല നമ്മള്. അപ്പൊ ലയബിലിറ്റി കൂടി എന്നല്ലേ അർത്ഥം. അപ്പൊ ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഇതിൽ നിന്നും ഉണ്ടാവുന്ന ലാഭനഷ്ടം ആര് വീതിക്കും? ഓൾ പാർട്ട്നേഴ്സോ? ALL ഓൾ പാർട്ട്നേഴ്സോ? നോ, ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയ ആൾ എന്തിനു ചേർക്കണം? അപ്പോ പാർട്ട്നേഴ്സ് വീതിക്കും. അങ്ങനെ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ പാർട്ട്ണറിനെ ക്രെഡിറ്റ് അല്ലേ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ടെക്നിക്ക്. ഇനി പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് അത് ഫേമിലോട്ട് കൊണ്ടുവരണം. അപ്പൊ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇതൊക്കെ നടക്കുന്നത് ഏത് റേഷ്യോയിലാ? സാക്രിഫൈസിംഗ് റേഷ്യോയിലോ? അല്ല, ഓൾഡ് റേഷ്യോ. ഗുഡ്വില്ലിന് വേണ്ടി മാത്രമാണ് സാക്രിഫൈസിംഗ് റേഷ്യോ, ബാക്കി എല്ലാവേ ഓൾഡ് റേഷ്യോ. എത്ര ഈസി അല്ലേ? മിനിറ്റ് വെച്ച് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തു. ഇങ്ങനെയാണ് റാപ്പിഡ് റിവൈസ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വെൽ ഡൺ, യു ആർ ഇൻ എ വെരി ഗുഡ് ട്രാക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു വിടും, ഓർമ്മ വരും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വളരെ എളുപ്പമാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിട്ടയർമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്.